ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. 4 ദിവസമായി കിണറ്റിലകപ്പെട്ട പൂച്ചയ്ക്ക് രക്ഷകരായി ട്രോമ കെയർ പ്രവർത്തകരും നാട്ടുകാരും. കോട്ടക്കൽ സ്വാഗതമാടാണ് സംഭവം. 4 ദിവസമായി കോട്ടക്കൽ നഗരസഭയിലെ സ്വാഗതമാട് മിന്നാമ്പറമ്പ് പ്രദേശത്ത് കിണറ്റിൽ അകപ്പെട്ട പൂച്ചയെയാണ് രക്ഷപ്പെടുത്തിയത്. നഗരസഭ ആരോഗ്യവകുപ്പ് കോട്ടക്കൽ ട്രോമ കെയർ യൂണിറ്റുമായി ബന്ധപ്പെടുകയും തുടർന്ന് കോട്ടക്കൽ യൂണിറ്റിലെ ട്രോമ കെയർ പ്രവർത്തകരും പരപ്പനങ്ങാടി യൂണിറ്റിലെ പ്രവർത്തകരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയാണ് പൂച്ചയെ കരക്കെത്തിച്ചത്. കോട്ടക്കൽ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദു മങ്ങാടനും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. സജീർ കാലടി, മാനു പുന്നക്കൂട്ടിൽ, സിദ്ദീഖ് പൂക്കയിൽ, റഹീം ചങ്കരംചോല, റാഫി കൊളക്കാടൻ, സക്കീർ ഇല്ലിക്കൽ തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അത് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ട്രോമ കെയറിൻ്റെ നമ്പർ കിട്ടുകയും അവർക്ക് വിളിക്കുകയും ചെയ്തു. അങ്ങനെ ട്രോമ കെയറിൻ്റെ ബാപ്പു എന്ന ഒരാളെ കുറ്റിപ്പുറത്തുള്ള ആൾ ഇവിടെ വീട്ടിൽ സന്ദർശിക്കുകയും ഞങ്ങൾ പൂച്ചനെ എടുത്തു തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഒരു ശ്രമം പരാജയപ്പെട്ടതാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു ശ്രമം എന്നുള്ള നിലയിലാണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഇവർ വരാമെന്ന് ഇന്നലെ പറയുകയും ഇന്നലെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 11 ആയപ്പോൾ തന്നെ അവർ വരികയും വളരെ ഏകദേശം 1 മണിക്കൂറിലേറെ ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് പൂച്ച നമുക്ക് ജീവനത്തോടൊക്കെ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു. അത് വളരെയധികം സന്തോഷമാണ്. ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളത് പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരു പൂച്ചൻ്റെ ജീവൻ രക്ഷിക്കലും പിന്നെ അതുപോലെ തന്നെ ഈ വീട്ടുകാർക്ക് നമ്മൾ ചെയ്യുക എന്നുള്ളൊരു സേവനം കൂടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. കോട്ടക്കൽ നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം അറിഞ്ഞത് ഏകദേശം ഒരു 11 മണിക്കാണ്. ഏകദേശം ഞങ്ങളൊരു 10-15 മിനിറ്റ് ആയപ്പോൾ ഞങ്ങളിവിടെ സ്ഥലത്തെത്തി. ഇവിടെ വന്നപ്പോൾ ഇവിടെ നാട്ടുകാരുടെ ഒരു വലിയ കൂട്ടമായിട്ടുള്ള ഒരു ഇടപെടലാണ്. അവരാണ് ഈ ട്രോമ കെയറിനെ വിളിച്ചതും കോട്ടക്കലും പരപ്പനങ്ങാടി യൂണിറ്റിനെയും അഭിനന്ദിക്കുന്നു. ഇതുപോലെയുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ട്രോമ കെയറിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാവണം. ഇതുപോലെയുള്ള സംഗതിയിൽ ഇടപെടണമെന്ന് അതിന് എല്ലാവിധ നന്ദിയും കടപ്പാടും ട്രോമ കെയറിനോട് ഞങ്ങൾ അറിയിക്കുന്നു. ഇന്നലെയാണ് നമ്മൾക്ക് ഈ വിവരം കിട്ടുന്നത്. ഈ പ്രദേശത്ത് നിന്ന് ഇങ്ങനെ ഒരു പൂച്ച കിണറ്റിൽ വീണിട്ടുണ്ട്, എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ നമ്മൾക്ക് ഈ ട്രോമ കെയറിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മേഖലയിലും കഴിവ് തെളിയിച്ച കുറേ പ്രവർത്തകരാണ്. കിണറ്റിൽ ഇറങ്ങാൻ പറ്റുന്നവർ, ഞങ്ങൾ അതേപോലെ തേനീച്ച, അതേപോലെ കടന്നൽ കൂടുകളൊക്കെ എടുത്തു കൊടുക്കാൻ ഈ പ്രദേശത്തൊക്കെ വന്ന് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾക്ക് പരപ്പനങ്ങാടി യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പരപ്പനങ്ങാടി താനൂർ യൂണിറ്റിൽ നിന്നുള്ള പ്രവർത്തകർ വന്ന് എന്തായാലും ഈ വീട്ടുകാരുടെ ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ കുറേ കണ്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് വണ്ടി പഞ്ഞിക്കണ് ചാക്ക് ഇറക്കി കൊടുത്തിരുന്ന് ചാക്ക് ഇങ്ങനെ കാട്ടി കൊടുത്തോളും. ചാക്ക് കടഞ്ഞ അത് വലയൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കോട്ടെ മീനൊക്കെ വെച്ച് കൊടുത്ത് കണ്ട് എന്നാൽ ഭാര്യ കുടുങ്ങിക്കോളും എന്ന് പറഞ്ഞു കണ്ട് എൻ്റെ ആങ്ങളെ അങ്ങനെ വന്ന് കണ്ട് അങ്ങനെ ചെയ്തതായിരുന്നു. തലമുറകളുടെ ബാങ്കിംഗ് സേവനവുമായി 1937 മുതൽ പ്രവർത്തിച്ചു വരുന്നു കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്. നാഷണലൈസ്ഡ് ബാങ്കുകളെ വെല്ലുന്ന കോർ ബാങ്കിംഗ് സംവിധാനം, NEFT, RTGS, CTS തുടങ്ങിയ അത്യാധുനിക ബാങ്കിംഗ് സൗകര്യങ്ങൾ, ATM, NACH, IMPS, POS, ഇ-കോമേഴ്സ് സൗകര്യങ്ങൾ, കുറഞ്ഞ പലിശ നിരക്കിൽ 50,000 രൂപ മുതൽ 5 കോടി രൂപ വരെ വിവിധ ഇനം വായ്പകൾ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ.